ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഞാനിവിടെ ചെയ്ത ജോലികളെ പറ്റിയിട്ടൊക്കെയുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞു. സെപ്റ്റംബർ ആയപ്പോൾ അപ്പോൾ ഏകദേശം 2-2.5 വർഷം ആവുന്നു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പാർട്ട് ടൈമും ഫുൾ ടൈമും ആയിട്ട് ചെയ്ത ജോലികളൊന്നും ജസ്റ്റ് എന്താണെന്നൊക്കെ പറയാം. അതുപോലെ ഞാനത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തതെന്നോ ഒന്ന് ക്വിക്കായിട്ട് പറയാമെന്ന് വിചാരിച്ചു വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയത് ഇൻഡീഡ് ത്രൂ ആണ്. ആ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ട്സാണ് എന്നോട് പറഞ്ഞത് ഇതിൽ കൂടെ ജോലി അപ്ലൈ ചെയ്ത് തുടങ്ങണം എന്ന്. അങ്ങനെ വന്ന് ഞാനൊരു ഫസ്റ്റ് വീക്കിൽ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങി. ഒരു 3rd വീക്ക് ആയപ്പോൾ തന്നെ എനിക്ക് റെസ്പോൺസ് കിട്ടി. BNM എന്ന് പറയുന്ന ഒരു വെയർഹൗസിലേക്ക് നൈറ്റ് വെയർഹൗസ് ഓപ്പറേറ്റീവ് ആയിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ നൈറ്റ് ഇൻഡക്ഷന് പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ജോലി അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ എനിക്കിവിടെ റോയൽ മെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വെയർഹൗസിൽ നിന്ന് ഇവിടെ മെയിൽസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ജോബ് കിട്ടി. അപ്പം ഞാൻ ഓർത്തു ഇതും കൂടെ കുറച്ചുകൂടെ ലൈറ്റ് ആയിരിക്കും ആ ജോബ്. അപ്പം ഞാനങ്ങനെ ഇത് വേണ്ടാന്ന് വെച്ചിട്ട്, ഇത് പെർമനന്റ് ജോബാണെന്ന് ആ ടൈമിൽ ഞാൻ റെക്കഗ്നൈസ് ചെയ്തില്ലായിരുന്നു. എന്തോ പെട്ടെന്ന് ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അതിന് ജോയിൻ ചെയ്തു. അങ്ങനെ അത് ഏകദേശം ഒരു 1.5 മന്ത്, മാക്സിമം ഒരു 2 മന്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എനിക്ക് ഷിഫ്റ്റ് കിട്ടുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് എൻ്റെ ആ ഒരു ജോലി അവിടുത്തെ കഴിഞ്ഞു. ക്രിസ്മസിന് മുന്നേ എനിക്ക് അവിടെ ജോലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇൻഡീഡ് ത്രൂ പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഏകദേശം ഡിസംബർ ആയപ്പോൾ എനിക്ക് ഏകദേശം തീരുമാനമായി ഇങ്ങനെ ഷിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്നായപ്പോൾ തന്നെ ഞാൻ പതുക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ആക്റ്റീവ് ക്യാമ്പിലാണ്. അപ്പോൾ ഞാൻ മുന്നേ ഒരു തൈക്കോണ്ടോ കോച്ചാണെന്നുള്ള പ്രൊഫൈൽ വെച്ചിട്ടാണ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി കുട്ടികളുമായിട്ട് ഞാനിങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ളതെന്നുള്ള ബേസിസിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷെ അവിടെ അങ്ങനെ ട്രെയിനിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, പക്ഷെ അത് മാൻഡേറ്ററി ഒന്നും അല്ല. പക്ഷെ കുട്ടികളുമായിട്ട് നമ്മളൊരു എന്താ പറയുക, കുറച്ച് എക്സ്പീരിയൻസ് അവരുമായിട്ട് ഇൻവോൾവ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വെക്കേഷൻസിലും സ്കൂൾ ഹോളിഡേയ്സിലും മാത്രമുള്ളൊരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഫെബ്രുവരിയിൽ ഡൊമിസിലറി കെയറായിട്ടും വന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിന് പ്രൊസീഡ് ചെയ്തു, ഈ ഒരു ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചു. ഒപ്പം തന്നെ ഞാൻ ഡൊമിസിലറി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഡൊമിസിലറി ഏകദേശം ഒരു 6 മാസം ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ പണിയല്ല ബേസിക്കലി. കാരണം ഞാൻ ഡ്രൈവ് ചെയ്ത് പോകാൻ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു ജോലിക്ക്. അപ്പം ഞാൻ എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയപ്പം ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഈ ക്യാമ്പിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ഹോളിഡേയ്സിൽ മാത്രം വർക്ക് ചെയ്യുമായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ പാർട്ട് ടൈം ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഫുൾ ടൈം ആയ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നോക്കി, വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല എന്ന് മനസ്സിലാക്കി. അപ്പം തന്നെ ഞാൻ അതിങ്ങനെ റെസിഗ്നേഷൻ എടുത്ത് പോകുന്നു. തിരിച്ച് ഞങ്ങൾ ലൂട്ടണിലേക്ക് തന്നെ വന്നു. ലൂട്ടണിൽ വന്നിട്ട് ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എൻ്റെ പ്രൈമറി ഗോൾ എന്തായാലും കുറച്ചും കൂടെ ബെറ്റർ ജോബ് വേണം എന്ന് തന്നെയായിരുന്നു. കാരണം എനിക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ജോബിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് പറ്റി, ലൈക്ക് ഇത് നമുക്ക് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ അടുത്തയിലേക്ക് സ്വിച്ച് ചെയ്യാം. ഞാനൊരു കംഫർട്ട് സോൺ പോലെ, എൻ്റെ വീട് തൊട്ടടുത്താണ്, അപ്പോൾ ഭയങ്കര കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം തന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് എങ്ങനെ ഈ ജോലിക്ക് കയറിയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണ്. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് ഏകദേശം 1 വർഷം ആകുന്നു. 1 വർഷം ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഏകദേശം ഓൾമോസ്റ്റ് 1 വർഷം ആകുന്നു ഞാൻ സ്കൂളിലെ ക്ലറിക്കൽ ഓഫീസർ അല്ലെങ്കിൽ അറ്റൻഡൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ അവിടെ വർക്ക് ചെയ്യുവാണ്. ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അവിടെ. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജോലിക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ്, ഇനി അടുത്ത ജോലി എവിടെ ആയിരിക്കും എന്നുള്ളതും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അത് ഓക്കെ ആവുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്തത്. ഞാൻ ട്രൈ ചെയ്ത പ്ലാറ്റ്ഫോംസും ഇൻഡീഡ് ത്രൂ മാത്രമാണ് ഇതെല്ലാ ജോലിയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ കുറേ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഇടണം. ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താലേ നമുക്കൊരു ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ പൊസിഷൻ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടും, പക്ഷെ നമ്മൾ കീപ്പ് ഓൺ ട്രൈയിങ്. ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ അവിടെ ഒരു എന്താ പറയുക, അത് ബ്രേക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആ സോണിൽ തന്നെ നിന്ന് പോകുന്നതാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ മാക്സിമം ആ സോണിൽ നിന്ന് പുറത്ത് വരുന്നതുകൊണ്ടാണ് എനിക്ക് ഓരോ പ്രാവശ്യം ജോലി ചെയ്യുന്നവരും ഒരു ബെറ്റർ ജോലി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു.